ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ ഭൂമി പൂജ ചെയ്യുവാനൊരുങ്ങി അവിടെ രാജേശ്വരിയും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ശാരദയും അച്ചമ്മയും മക്കളും അവിടെ എത്തി. കാവേരി ഉറക്കെ ജയപാലൻ സാറേ എന്നുറക്കെ വിളിച്ചു. വിളി കേട്ട് നോക്കുമ്പോൾ എല്ലാവരും നിരന്നു നിൽക്കുന്നത് കണ്ട് ജയപാലൻ ഒന്ന് ഞെട്ടി. ഇത് കണ്ട് രാജേശ്വരി ചോദിക്കുന്നത് ഇവരെന്താ ഇവിടെ എന്ന്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് ജയപാലനും പറയുന്നു. ഇവിടെ ഇപ്പോൾ ഭൂമി പൂജ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ സദ്യ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കാശുകൊണ്ട് നടത്തുന്ന സദ്യയല്ലേ, അതിൽ നിന്നും ഒരു വച്ചെങ്കിലും കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ ജയപാലൻ ഒന്നും അറിയാത്ത പോലെ ഇതെന്തു പറ്റി ശാരദ, എന്താണ് എന്ന് ചോദിക്കുന്നു. നാണമില്ലല്ലോ ജയപാല, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നും ഈ ഭൂമി വാങ്ങിക്കാൻ കാശ് അയച്ചു തന്നിട്ട് അത് തൻ്റെ പേരിലാക്കി ഭൂമി വാങ്ങിച്ചു അല്ലേ? അപ്പോൾ രാജേശ്വരി ചോദിക്കുന്നുണ്ട് ഇവരെന്തൊക്കെയാ ഈ പറയുന്നത് എന്ന്. എനിക്കൊന്നും അറിയില്ല എന്ന് ജയപാലനും പറയുന്നുണ്ട്. ചതിയും കളവും വഞ്ചനയും കുതികാലുവെട്ടലും ഒക്കെ ശീലമാക്കിയ നിങ്ങളെ അത്രയും എൻ്റെ അച്ഛൻ അറിയാത്തത് കൊണ്ട് ഇതിൽ പെട്ടുപോയി. രാജേശ്വരിക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. കാവേരി എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും ആ സത്യങ്ങളെല്ലാം അറിയുന്നത്. അങ്ങനെ കാവേരിയും ജയപാലനും യുദ്ധം തുടങ്ങി എന്ന് വിചാരിക്കാം. ഇനി വരും എപ്പിസോഡുകളിൽ സംഭവബഹുലമായ കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ അടിപൊളി പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.